ഭാരതം മഹത്തരമായ പാരമ്പര്യത്തിന്റെ സ്ഥലമാണ്. വിവിധങ്ങളായ മതങ്ങളെ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപേ സ്വീകരിച്ച സഹിഷ്ണുതയുടെ പ്രതീകമാണ് ഭാരതത്തിലെ പൂർവികരായ ഋഷിമാരും ശ്രേഷ്ഠരായ മനുഷ്യരും. ഏകം സത് വിപ്രാ ബഹുതാം വദന്തേ, അതായിരുന്നു മഹത് വാക്യം. ഒന്നായ സത്യത്തെ പണ്ഡിതന്മാർ വ്യത്യസ്തമായി വ്യാഖ്യാനിക്കുന്നു. ഭാരതത്തിൽ നിന്ന് ലോകം മനസ്സിലാക്കിയ മഹത് വാക്യത്തിന്റെ മറ്റൊരു ശ്രേഷ്ഠ തലമാണ് വസുദൈവ കുടുംബം, ലോകമേ തറവാട്. യഥാർത്ഥത്തിൽ അതിർവരമ്പുകൾ കൊണ്ട് മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന ഉത്തരാധുനിക കാലഘട്ടം ഭാരതത്തിന്റെ മഹത്തരമായ പൂർവിക പാരമ്പര്യത്തിലേക്ക്, നല്ല നാളുകളിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടത് ആവശ്യമായി വന്നിരിക്കുന്നു. ഇന്ന് കലാലയങ്ങൾ കലാപഭൂമിയായി മാറുന്നത് മതത്തിന്റെയും വർഗത്തിന്റെയും ഒക്കെ പേരിൽ പൗരത്വം നിർണയിക്കുന്ന പുതിയ പൗരത്വ നിയമമൊക്കെ ആളുകളെ ഭിന്നിപ്പിക്കുകയും അതിർവരമ്പുകൾ കെട്ടി സമൂഹത്തിന്റെ നേർധാരയിൽ നിന്ന് പിന്മാറ്റം നടത്തുകയും ചെയ്യുന്ന സാഹചര്യം. സഹോദരങ്ങളെ, ഇവിടെയാണ് ദൈവതിരുസന്നിധിയിൽ ഒന്നായി ശ്രേഷ്ഠമായി ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ ലോകത്തിലെ എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്തി ദൈവരാജ്യത്തിലേക്കുള്ള യാത്ര, അതിന്റെ പൂർണ്ണതയുടെ അർത്ഥതലം വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഞാനൊരു ചെറിയ വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25-ാമത്തെ വാക്യം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25-ാമത്തെ വാക്യം. യേശുവിന്റെ ക്രൂശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാവിന്റെ ഭാര്യ മറിയയും മഗ്ദലനക്കാരത്തി മറിയയും നിന്നിരുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25-ാമത്തെ വാക്യം. യേശുവിന്റെ ക്രൂശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാവിന്റെ ഭാര്യ മറിയയും മഗ്ദലനക്കാരത്തി മറിയയും നിന്നിരുന്നു. സഹോദരങ്ങളെ, 4 സുവിശേഷങ്ങളും മഹത്തരമായ മശിഹാ തമ്പുരാന്റെ കഷ്ടാനുഭവത്തെക്കുറിച്ചും പ്രത്യേക യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ചും സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. യോഹന്നാൻ അപ്പോസ്തലൻ വളരെ സൂക്ഷ്മമായി യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണ മഹനീയ സംഭവം സൂക്ഷ്മമായി വിവരിക്കുമ്പോൾ ഗോകുൽത്തായുടെ ഉത്തംഗ ശൃംഗത്തിൽ കർത്താവിന്റെ ക്രൂശിനരികെ നിൽക്കുന്ന 4 സംഘത്തെ കുറിച്ചുള്ള പ്രതിപാദനമാണ് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25-ാമത്തെ വാക്യം. യോഹന്നാൻ അപ്പോസ്തലൻ വിവരിക്കുകയാണ്, യേശുവിന്റെ ക്രൂശിനരികെ അവന്റെ അമ്മയും മാതൃ സഹോദരിയും ക്ലയോപ്പാവിന്റെ ഭാര്യ മറിയയും മഗ്ദലനക്കാരത്തി മറിയയും നിന്നിരുന്നു. 12 അപ്പോസ്തലന്മാർ 3.5 വർഷക്കാലം യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നു. കർത്താവിന്റെ പ്രബോധനങ്ങളും അത്ഭുത പ്രവർത്തനങ്ങളും അതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് സന്തത സഹചാരികളായി യേശുക്രിസ്തുവിനോടൊപ്പം നിന്നവരാണ്. കർത്താവിൽ നിന്ന് രോഗസൗഖ്യം പ്രാപിച്ച ആയിരക്കണക്കിന് പുരുഷാരം യേശുവിനോട് കൂടെ തന്റെ പരിശുദ്ധ ശുശ്രൂഷയുടെ സമയത്ത് അനുധാവനം ചെയ്തിരുന്നു. കർത്താവിന്റെ പ്രബോധന ശുശ്രൂഷയ്ക്ക് ഭാഗവാക്കാകുവാൻ വേണ്ടി കടന്നു വന്നത്, തടിച്ചുകൂടിയത് ബഹുസഹസ്രം പുരുഷാരമാണ്. എന്നാൽ ഇന്ന് ആരുമില്ല. യേശുവിന്റെ ക്രൂശിനരികെ 12 അപ്പോസ്തലന്മാരോ കർത്താവിൽ നിന്ന് പ്രതിഫലം സ്വീകരിച്ച യേശുക്രിസ്തുവിന്റെ പ്രബോധന ശുശ്രൂഷയ്ക്കും കർത്താവിന്റെ പരിശുദ്ധ ശുശ്രൂഷയിലും പ്രയോജനം ലഭിച്ച ഭാഗവാക്കുകളായ ബഹുപുരുഷാരം അവിടെ ഇല്ല. ആകപ്പാടെ ഉള്ളത് യേശുവിന്റെ അമ്മയും മാതൃ സഹോദരിയും ക്ലയോപ്പാവിന്റെ ഭാര്യ മറിയയും മഗ്ദലനക്കാരത്തി മറിയയും മാത്രം. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ സൂക്ഷ്മമായി പ്രത്യേകാൽ വിളിച്ചു പറയുന്നു, അവന്റെ ക്രൂശിനരികെ ഈ 4 സ്ത്രീകൾ നിൽക്കുന്നു എന്നത്. ഒന്നാമത് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്തീയ ജീവിതം, ആ ജീവിതത്തിലെ അനിവാര്യ ഘടകമാണ്
ക്രൂശിനരികെ നിൽക്കുന്നത്. പലപ്പോഴും ഇന്ന് മതജീവിതം എന്ന് പറയുന്നത് മനുഷ്യജീവിതത്തിന്റെ നേട്ടങ്ങൾ കൊയ്തെടുക്കുവാനുള്ള മാധ്യമമായി അപജയം സംഭവിച്ചിട്ടുണ്ട്. സംഘടനാ തലത്തിലും അതുപോലെ തന്നെ സാമ്പത്തിക ഭദ്രതയിലും സ്ഥാവര ജംഗമ വസ്തുക്കളുടെ ക്രമീകരണത്തിലും വളർച്ച പ്രാപിക്കുന്നതാണ് മതജീവിതത്തിന്റെ ആധ്യാത്മിക അഭിവൃദ്ധി എന്ന തെറ്റിദ്ധാരണ ഈ ഉത്തരാധുനിക കാലഘട്ടത്തിൽ വന്നു ഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം, പെട്ടെന്ന് വളർന്നു വരുന്ന പല ന്യൂ ജനറേഷൻ ആധ്യാത്മികതകളും അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഭൗതിക സുഖമാണ്. അതുകൊണ്ട് അവർ ജനത്തെ ഇളക്കി മറിക്കും. എന്താണ് നിങ്ങളുടെ ആവശ്യം? ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ ആവശ്യങ്ങളും നിവർത്തിച്ചു തരുന്നവനാണ് സർവശക്തനായ ദൈവം. ഇങ്ങനെ ഒരു നീഡ് ബേസ്ഡ് റിലീജിയൻ, ആവശ്യത്തിൽ അധിഷ്ഠിതമായ മതഭക്തി ഇന്ന് വളരെ ശക്തമായി പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ എന്താണ് യേശുക്രിസ്തു ലോകത്തിന് കാണിച്ചു തന്ന ആധ്യാത്മികതയും ദൈവരാജ്യത്തിന്റെ അർത്ഥതലവും അത് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് ഈ വേദഭാഗത്തിന്റെ ഒന്നാം ഭാഗം, ക്രൂശിനരികെ എന്നത്. ക്രൂശ് എന്ന മഹത്തരമായ അനുഭവം, കഷ്ടത എന്ന ശ്രേഷ്ഠകരമായ ആധ്യാത്മികതയുടെ അളവുകോൽ, അത് യഥാർത്ഥത്തിൽ ജീവിതത്തിന് അനിവാര്യമാണ്. വ്യക്തമായി വേദപുസ്തകം പഠിപ്പിക്കുന്നു, ക്രിസ്തു ശിഷ്യത്വത്തിന്റെ മഹനീയ ഭാവമാണ് കുരിശ്. യേശു ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ, നസ്രായക്കാരൻ വിളിച്ചു പറയുന്നു, ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. യഥാർത്ഥത്തിൽ കഷ്ടത ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ മഹനീയ ഭാവമാണ്. അത് തിരിച്ചറിയുവാനുള്ള ബാധ്യത നമുക്കുണ്ട്. ഈ ലോകം പൈശാചിക അടിമത്തത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം രോഗവും ദുഃഖവും പ്രയാസവും ലോക ജീവിതത്തിൽ സഹജമാണ്. ആ ലോക ജീവിതത്തിൽ സഹജമായിരിക്കുന്ന ദുഃഖങ്ങളെ അഭിമുഖീകരിക്കുവാനും അതിജീവിക്കുവാനും നമ്മെ പഠിപ്പിക്കുന്ന സഹിഷ്ണുതയുടെ മനോഹര പാഠമാണ് യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിന്റെ കുരിശ്. ഒന്നാമത് അത് ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ അടിസ്ഥാനമാണെങ്കിൽ, രണ്ടാമത് അനുഭവിക്കുന്ന വ്യഥകളെ കുറിച്ച്, സഹിഷ്ണുതയെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്ന മനോഹര പാഠവുമാണ് യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിന്റെ കുരിശ്. അതുകൊണ്ടാണ് ധന്യനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, അദ്ദേഹം വിളിച്ചു പറയുന്നു, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, നസ്രായക്കാരൻ യേശു ലോകത്തിലേക്ക് കടന്നു വന്നത് അധികാരം സംസ്ഥാപിക്കുന്ന ഒരധികാരിയോ ഭരണാധികാരിയോ ആയിട്ടല്ല. അതുകൊണ്ടാണ് പൊന്തിയോസ് പീലാത്തോസിനോട് എന്റെ രാജ്യം ഐഹികമല്ല എന്ന് അസന്നിഗ്ധമായി യേശുക്രിസ്തു പ്രഖ്യാപിച്ചത്. കർത്താവ് തെരഞ്ഞെടുത്ത വഴി അതാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ വഴി. അത് മറ്റൊന്നുമല്ല, കുരിശിന്റെ വഴി. കഷ്ടത സഹിക്കുവാനുള്ള, കഷ്ടത അനുഭവിക്കുവാനുള്ള, കഷ്ടതയിലൂടെ മഹത്വത്തിലേക്ക് യാത്ര ചെയ്യുവാനുള്ള കുരിശിന്റെ വഴി. പിതാവായ അപ്രയം പറയുന്നു, ഊശാന പെരുന്നാളിൽ നസ്രായക്കാരൻ യേശു ഒരു കുതിരയെ തെരഞ്ഞെടുത്ത വില്ലാളി വീരനും ജയവീരനുമായി യെരൂശലേമിലേക്ക് മഹത്തരമായി എഴുന്നള്ളത്ത് നടത്തുമെന്നാണ് ബഹുഭൂരിപക്ഷം ശിഷ്യന്മാരും അതുപോലെ തന്നെ യഹൂദജനവും പ്രതീക്ഷിച്ചത്. കാരണം അവരുടെ മനോമുഖരത്തിലുള്ള മശിഹ അധികാരം കൈയാളുന്ന, സകലത്തെയും തന്റെ കാൽ കീഴാക്കുന്ന ശക്തനായ ഭരണാധികാരിയാണ്. എന്നാൽ നസ്രായക്കാരൻ യേശു കുതിരയുടെ വഴി അധീനതയുടെയും വിജയത്തിന്റെയും വഴി തെരഞ്ഞെടുക്കാതെ സഹിഷ്ണുതയുടെയും പരിത്യാഗത്തിന്റെയും വഴിയായ കഴുതയുടെ വഴി തെരഞ്ഞെടുത്തു. അതുകൊണ്ട് അദ്ദേഹം കഴുതപ്പുറത്ത് കയറി ഊശാന പെരുന്നാളിൽ തന്റെ മഹത്തരമായ യെരൂശലേം പ്രവേശനം അത് നിർവഹിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും കുരിശിന്റെ വഴി ക്രിസ്തീയ ജീവിതത്തിന് മനസ്സിലാകുന്നില്ല. അധികാരവും അധിനിവേശവും അത് മതജീവിതത്തിന്റെ പ്രധാന ഘടകമായി നിലകൊള്ളുമ്പോൾ ഈ വേദഭാഗത്തിന്റെ ഒന്നാമത്തെ വശം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, കുരിശിന്റെ അരികിൽ നിൽക്കുന്ന 4 സ്ത്രീകൾ. അവർ ഒന്നാമത് ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ അടിസ്ഥാനം പഠിപ്പിക്കുന്നു, സഹനത്തിന്റെ പാഠം നമ്മെ മനസ്സിലാക്കുന്നു. എല്ലാറ്റിലും ഉപരി ദൈവരാജ്യത്തിലേക്കുള്ള മാർഗം അത് കുരിശിന്റെ വഴിയാണെന്നുള്ള വലിയ സത്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാം ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം.
4 സ്ത്രീകൾ. 4 സ്ത്രീകൾ അവരാണ് കുരിശിന്റെ അരികിൽ നിൽക്കുന്നത്. 2019 ജനുവരി മാസം നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കും. 2019 ജനുവരിയുടെ തുടക്കം വലിയ പ്രശ്ന സങ്കീർണത നമ്മുടെ കൊച്ചു കേരളത്തിൽ അനുഭവപ്പെട്ടു. സുപ്രീം കോടതി വിധി ശബരിമല പ്രവേശനത്തെ കുറിച്ച് യുവതികളെ വിലക്കി കുറെ ആളുകൾ. അതേസമയം സുപ്രീം കോടതി അനുവദിച്ചു. അതിനോടനുബന്ധിച്ച് യുവതി പ്രവേശനം പിറ്റേ ദിവസം കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ വനിതാ മതിൽ. എന്തെല്ലാം പ്രശ്നനിബിഡമായ ഒരു സാഹചര്യമായിരുന്നു കൃത്യം 1 വർഷം മുമ്പ് ജനുവരി മാസം. എന്നാൽ 2020 സ്വാതന്ത്ര്യവും സ്വത്വബോധവും അടിച്ചമർത്തുന്ന അധികാരവർഗത്തിന്റെ കാഴ്ചപ്പാടോടെ പൗരത്വ നിയമത്വവും ആ നിയമത്തിനെതിരായിട്ടുള്ള കലാലയങ്ങളിലെ കലാപവും അതാണ് 2020 പ്രത്യേകത. അതിന്റെ നടുവിൽ ഞാൻ ഈ ചിന്ത കൊണ്ടുവരട്ടെ. 4 സ്ത്രീകൾ. ഇതൊരു വനിതാ മതിലല്ല, ഇതൊരു ന്യൂനപക്ഷമാണ്. എന്നാൽ ആ ന്യൂനപക്ഷം ചരിത്രത്തിന്റെ ഗതിയെ മാറ്റിവിട്ട മഹനീയ സന്ദർഭമാണ് വിളിച്ചു പറയുന്നത്. 4 സ്ത്രീകൾ കുരിശിനരികിൽ. 1 കർത്താവിന്റെ അമ്മ, 2 മാതൃ സഹോദരി, 3 ക്ലയോപ്പാവിന്റെ ഭാര്യ, 4 നിങ്ങൾ പറ 4 മഗ്ദലനക്കാരത്തി മറിയം. ഈ പന്തലിലെ പ്രസംഗത്തിന്റെ കുഴപ്പതാ, നിങ്ങളങ്ങ് വല്ലാതെ അകന്നിരിക്കുന്നത് കൊണ്ട് പ്രസംഗം കേൾക്കേ ഉള്ളൂ, പ്രസംഗത്തിൽ ഉൾപ്പെടുന്നില്ല. 4 പേർ നമുക്ക് ഈ പ്രസംഗത്തിലൊന്ന് ഉൾപ്പെടാം. എന്റെ കൂടെ ഒന്ന് ശ്രദ്ധിച്ച് ഈ 4 പേരെ ഒന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ആളെ പരിശുദ്ധ, ബാക്കി നിങ്ങൾ പറ. കർത്താവിന്റെ അമ്മ പരിശുദ്ധ, ഒന്നും കേൾക്കാൻ മേല, പരിശുദ്ധ കന്യക മറിയം. രണ്ടാമത്തേത് മാതൃ സഹോദരി, അമ്മയുടെ സഹോദരി. നമ്മുടെ പാരമ്പര്യത്തിൽ ശലോമി മറിയം എന്നാണ് പേര്. എന്നാൽ ആ പേരും പ്രസിദ്ധമായിരിക്കുന്നത് മറിയ എന്ന്. ഒന്നാമത്തേത് കർത്താവിന്റെ മാതാവായ പരിശുദ്ധ കന്യക മറിയം. രണ്ടാമത്തേത് അമ്മയുടെ സഹോദരിയായ മറിയം. എന്നാ പേര്? അമ്മയുടെ സഹോദരി മറിയം. മൂന്നാമത്തേത് ക്ലയോപ്പാവിന്റെ ഭാര്യ, പേരെന്ന മറിയം. നാലാമത്തേത് മഗ്ദലനക്കാരത്തി, പറയുന്നൂടെ ഇതന്നെ അങ്ങ് പിണങ്ങിയിരിക്കുന്ന പോലെ, മഗ്ദലനക്കാരത്തി മറിയം. 4 പേരും മറിയയാണ്. ശോശാമ്മയും സാറാമ്മയും ചിന്നമ്മയും ഒന്നും പിണങ്ങരുത്. കുരിശിനരികെ നിൽക്കുന്നത് 4 മറിയമാർ. മറന്നു പോകാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. അമ്മ മറിയം, എന്റെ കൂടി ഒന്ന് പറഞ്ഞേ പറ. അമ്മ മറിയം, രണ്ടാമത്തേത് സഹോദരി മറിയം, മൂന്നാമത്തേത് ക്ലയോപ്പ മറിയം, നാലാമത്തേത് മഗ്ദലന മറിയം. 4 മഹത്തരമായ പ്രാതിനിധ്യം. അതാണ് കുരിശിന്റെ ചുവട്ടിൽ കാണുന്നത്. ബൈസാന്റിയൻ പാരമ്പര്യത്തിൽ ഈ 4 പേരെയും ഒരുമിച്ച് ചേർത്ത് മനോഹരമായ ഒരു ഐക്യനുണ്ട്. ആ ഐക്യൻ തൊട്ട് നടുക്ക് നിൽക്കുന്നത്, പുത്രൻ അഭിമുഖമായി നിൽക്കുന്നത് അമ്മ മറിയം. അമ്മ മറിയം. വലത്തും ഇടത്തും നിൽക്കുന്നത് സഹോദരി മറിയവും ക്ലയോപ്പാവിന്റെ ഭാര്യ മറിയവും. ഈ 3 മറിയമാർ ചേർത്ത് പിടിച്ചു നിർത്തുന്നു മഗ്ദലന മറിയത്തെ. 4 സ്ത്രീകൾ, 8 കണ്ണുകൾ. ആ 8 കണ്ണുകളും നോക്കുന്നത്, ദൃഷ്ടി ഉറപ്പിക്കുന്നത് കുരിശിൽ കിടക്കുന്ന ദൈവപുത്രനിൽ. യഥാർത്ഥത്തിൽ ഈ വേദഭാഗത്തിന്റെ 2ാം വശം തുടങ്ങുന്നതിന് മുൻപേ അതിന്റെ ഒരു ആമുഖം പറഞ്ഞാൽ, ഈ 4 സ്ത്രീകൾ സമൂഹത്തിന്റെ നേർധാരയിൽ നിന്നും തള്ളപ്പെട്ട 4 പേരാണ്. വ്യത്യസ്തങ്ങളായ അതിർവരമ്പുകളാൽ സമൂഹത്തിന്റെ നേർധാരയിൽ നിന്ന് തള്ളപ്പെട്ടവർ. പക്ഷെ ഈ 4 പേരും സധൈര്യം കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്നു. അതിന്റെ പ്രധാന കാരണം അവർ ദൃഷ്ടി ഉറപ്പിച്ചിരിക്കുന്നത് കുരിശിൽ കിടക്കുന്ന ദൈവപുത്രനിലാണ്. അവർ ദൃഷ്ടി ഉറപ്പിച്ചിരിക്കുന്നത് കുരിശിൽ കിടക്കുന്ന ദൈവപുത്രനിലാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, കഷ്ടത സഹജമാണ് ഈ മരുഭൂയാത്രയിൽ. ഈ ലോക ജീവിതത്തിൽ നിന്നയും ഒറ്റപ്പടിയിലും നിരാശയും ജീവിതത്തിന്റെ പ്രതിസന്ധികളും പ്രകൃതി ദുരന്തങ്ങളും സ്വാഭാവികം. എന്നാൽ ഇതിന്റെ നടുവിൽ ശക്തി പ്രാപിക്കണമെങ്കിൽ ദൃഷ്ടി ഉറപ്പിക്കേണ്ടത് സർവശക്തനായ ദൈവത്തിലായിരിക്കണം. അതാണ് ഈ 4 സംഘത്തിന്റെ പ്രത്യേകത. ഇതിൽ ഒന്നാമത്തെ ആളിലേക്ക് കടന്നു വരാം.
അമ്മ മറിയം ഇത്രമാത്രം പൗരസ്ത്യ പാരമ്പര്യം ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന മറ്റൊരു സ്ത്രീയില്ല. എന്താണ് അതിന്റെ കാരണം? ഗോകുൽത്തായിലെ രംഗത്തിലേക്ക് കടന്നു വരാം. ഗോകുൽത്തായിൽ നസ്രായക്കാരനെ കുരിശിൽ ക്രൂശിക്കുന്നു. പടയാളികൾ പതിവനുസരിച്ച് കുരിശിതനായവന്റെ വസ്ത്രം അവർ പങ്കുവെക്കുകയാണ്. ആ സമയത്ത് ഒരു പടയാളി അദ്ദേഹം ഈ പങ്കുവെക്കലിൽ ഇടപെട്ടിട്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഇത് കീറരുത്, ഇത് മേൽ തൊട്ടടിയോളം തുന്നലില്ലാത്ത അങ്കിയാണ്. നസ്രായക്കാരൻ യേശുവിന്റെ പുറംകുപ്പായം, അതാണ് വിഷയം. ആ പുറംകുപ്പായത്തെ സൂചിപ്പിച്ചുകൊണ്ട് പടയാളികളിൽ ഒരുവൻ പറഞ്ഞു, ഇത് കീറരുത്. സഹോദരങ്ങളെ, അമ്മ മറിയമിലേക്ക് നോക്കുവാൻ ഈ പുറംകുപ്പായം മതി. നന്നേ ചെറുപ്പത്തിൽ അമ്മയുടെ മാതാപിതാക്കൾ മരിച്ചു. അനാഥ എല്ലാ അർത്ഥതലത്തിലും. ദേവാലയത്തിൽ വളർത്തപ്പെടുന്ന സമയത്ത് അമ്മ മറിയം, പരിശുദ്ധ കന്യക മറിയം നിർവഹിച്ച മഹത്തരമായ ഒരു ശുശ്രൂഷയാണ് നൂൽ നൂപ്പ് അല്ലെങ്കിൽ തുണി നെയ്യുക എന്നത്. അതിൽ അമ്മ മനോഹരമായ കബിലാനകൾ നെയ്തിരുന്നു. കബിലാന എന്ന് പറഞ്ഞാൽ തൂവാല എന്നേ അർത്ഥമുള്ളൂ. എന്നാൽ ആരാധനാ ഭാഷയിൽ അല്പം വിപുലമാണ് അർത്ഥം. കാഴ്ചയപ്പം മൂടിവെക്കുന്ന കബിലാന, അതാണ് അമ്മ നെയ്ത വിശേഷ വസ്ത്രം. അതുകൊണ്ടാണ് മന്ന നിക്ഷേപിത ചെപ്പും മുള പൂണ്ടോരാഹറോൻ വടിയും, പിന്നെ ഉൾക്കൊണ്ടൊരു നിയമപ്പെട്ടി സ്ലേമോൻ തൻ റൂമാലുമിവ നിൻ സാമ്യം ദൈവജനനി. പൗരസ്ത്യ സഭയുടെ മനോഹരമായ പാരമ്പര്യമാണ്. എന്റെ അമ്മ മന്നായിട്ട് വെച്ച നിക്ഷേപപാത്രമാണ്, അഹറോന്റെ തളർത്തവടിയാണ്, കൽപ്പന എഴുതപ്പെട്ട കൽപ്പലകകളാണ്. അതിനേക്കാളും ഉപരി ശലോമോൻ നെയ്തെടുത്ത മനോഹരമായ ദേവാലയത്തിന്റെ തിരശീലയെക്കായാലും കൊച്ചു തൂവാലയായ കബിലാനയാണ് അമ്മ. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഞാനൊന്ന് വിശദീകരിക്കട്ടെ. പഴയ നിയമ പാരമ്പര്യത്തിൽ വിശുദ്ധ സ്ഥലത്തിനും അതിവിശുദ്ധ സ്ഥലത്തിനും ഇടയ്ക്ക് മേശമേൽ കാഴ്ചയപ്പവും ആ കാഴ്ചയപ്പം മൂടുവാനുള്ള കുഞ്ഞു തൂവാലയും അത് നെയ്തി അമ്മ യഥാർത്ഥത്തിൽ തന്നെ ലോകത്തിന് വെളിപ്പെടുത്തി. ജീവന്റെ അപ്പം മൂടിവെച്ച കൊച്ചു കബിലാന, അതാണ് പരിശുദ്ധ അമ്മ. ഈ കബിലാന മാറ്റിയപ്പോൾ കാഴ്ചയപ്പം ജനത്തിന് കാണുവാൻ സാധിച്ചു. മറിയാമെന്ന റൂമാല് മാറ്റിയപ്പോൾ മറിയാമിലൂടെ ജീവന്റെ അപ്പം ലോകത്തിന് വെളിപ്പെട്ടു. അതുകൊണ്ടാണ് ഏലിശുബ പറഞ്ഞത്, സകല തലമുറയും നിന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഈ നിലയങ്കിയുടെ ചരിത്രം വേദപുസ്തകത്തിൽ ആരംഭം മുതലേ ഉണ്ട്. നമുക്കറിയാം, ഏദന്റെ പറുദീസയിൽ വീണുപോയ മനുഷ്യൻ, അവന്റെ വീഴ്ച സംഭവിച്ചിട്ടും സർവശക്തൻ അവനോട് മനസ്സലിവ് തോന്നിയത് കൊണ്ടാണ് ഇലകൾ കൊണ്ട് അവനൊരു ഉടുപ്പുണ്ടാക്കി കൊടുത്തു. അതാണ് ആദ്യ വസ്ത്രം. അതിനുശേഷം വേദപുസ്തക ചരിത്രം പഠിപ്പിക്കുമ്പോൾ നമുക്കറിയാം, പിതാവായ യാക്കോബ് യൗസേപ്പിനെ അത്രമാത്രം സ്നേഹിച്ചത് കൊണ്ട് കയ്യിറക്കമുള്ള ഒരു മേലങ്കി പിതാവായ യാക്കോബ് ആർക്ക് നൽകി? യൗസേപ്പിന് നൽകി. ആ വസ്ത്രമാണ് കാട്ടുമൃഗങ്ങളുടെ രക്തത്തിൽ മുക്കി പിതാവായ യാക്കോബിനെ രൂബേനും ഇസ്സാഖാറും യാദും യഹൂദയും ഒക്കെ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, നിന്റെ പുത്രനെ കാട്ടുമൃഗങ്ങൾ കൊന്നു. പിതാവായ യാക്കോബിന്റെ സ്നേഹത്തിന്റെ പ്രത്യക്ഷ ഭാഗമായിരുന്നു യൗസേപ്പിന്റെ നിലയങ്കി. അതുപോലെ തന്നെയാണ് ശമൂവേൽ ബാലനെ പഞ്ഞിനൂല് കൊണ്ടുള്ള ഒരു മേലങ്കി അമ്മയായ ഹന്ന ശമൂവേൽ ബാലന് നൽകിയിരുന്നു. അതും മാതൃസ്നേഹത്തിന്റെ മഹത്തരമായ പ്രകടനം. സഹോദരങ്ങളെ, കുരിശിക്കപ്പെട്ട നസ്രായക്കാരൻ യേശു, അദ്ദേഹത്തിന്റെ പുറംകുപ്പായം അമ്മ മറിയത്തിന്റെ പുത്രസ്നേഹത്തിന്റെ പ്രതിബിംബമാണ്. ആ നിലയങ്കി
മേൽക്കുപ്പായം കീറാതിരുന്ന് ആർക്ക് വരുമെന്നറിയുവാൻ ചീട്ടിടുന്നു ഗോകുൽത്തായിൽ. യഥാർത്ഥത്തിൽ ഇത്രമാത്രം വേദന കടിച്ചമർത്തിയ ഒരു സ്ത്രീ ചരിത്രഭൂമിയിലുണ്ടോ? പുത്രനു വേണ്ടി കരുതലോടെ വാത്സല്യത്തോടെ നെയ്ത ആ മേൽക്കുപ്പായം, ആ അങ്കി ഇന്ന് പുത്രനെ കുരിശിച്ചതിന് ശേഷം പടയാളികൾ ചീട്ടിട്ടെടുക്കുകയാണ്. പക്ഷേ ആ അമ്മയുടെ ഹൃദയം കീറിപ്പോകുന്നില്ല, ആ അമ്മയുടെ ഹൃദയം മുറിഞ്ഞു പോകുന്നില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണം വേദപുസ്തകം പഠിപ്പിക്കുന്നതുണ്ട്. നന്നേ ചെറുപ്പത്തിൽ മാതാപിതാക്കൾ മരിച്ചിട്ടും ദേവാലയത്തിൽ വളർത്തപ്പെട്ടിട്ടും തന്നെക്കായി 3 ഇരട്ടി പ്രായമുള്ള ആളുമായി വിവാഹ നിശ്ചയം നടത്തിയിട്ടും ജീവിതത്തിന്റെ എല്ലാ ദുരിതങ്ങളും കന്യകയായി ആദ്യ പ്രസവത്തിന് ബേത്ലഹേമിലെ ഓരോ സത്രങ്ങൾ വഴി അല്പം സ്ഥലം കിട്ടാൻ വേണ്ടി യാചിച്ച് നടക്കേണ്ടി വന്നിട്ടും അമ്മ തകർന്നു പോകുന്നില്ല. കാരണം അമ്മയ്ക്കറിയാം, അമ്മ ഉദരത്തിൽ വഹിക്കുന്നത് സർവശക്തനായ ദൈവത്തെയാണ്. 33-ാമത്തെ വയസ്സിൽ പച്ചമാംസം പിച്ചു ചീന്തുന്നത് ഈ അമ്മ മറിയം നേരിട്ട് കണ്ടുകൊണ്ട് കുരിശിന്റെ ചോട്ടിൽ നിൽക്കുമ്പോഴും അമ്മ തകർന്നു പോകാത്തതിന്റെ കാരണം പുത്രന്റെ മഹത്തരമായ സാന്നിധ്യമാണ്. ഒരു ഭാഗം കൂടെ ഇതിനോട് ചേർത്ത് ഞാൻ പറയട്ടെ. 26-ാമത്തെ വാക്യം, യേശു താൻ സ്നേഹിച്ച ശിഷ്യനും തന്റെ അമ്മയും കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്നത് കണ്ടിട്ട് അമ്മയെ വിളിച്ചു. അമ്മേ, വേദപുസ്തകം പറയുന്ന വാക്ക് സ്ത്രീയെ. യഥാർത്ഥത്തിൽ അത് മഹത്തരമായ സംബോധനയാണ്. വീണുപോയ മനുഷ്യനെ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്ന പഴയ നിയമ പ്രവചനം ഈ സ്ത്രീയിലൂടെ നിവൃത്തിയായി എന്ന അർത്ഥതലത്തിലാണ് യഥാർത്ഥത്തിൽ കുരിശിൽ കടന്ന് കർത്താവ് ആ വാക്ക്, ആ സംബോധന നടത്തുന്നത്. എന്റെ അമ്മേ എന്ന് വിളിക്കുന്നതിന് പകരം സ്ത്രീയെ എന്ന് വിളിച്ചിട്ട് സ്ത്രീയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. യോഹന്നാൻ അപ്പോസ്തലനെ കണ്ടിട്ട് അപ്പോസ്തലനെ വിളിച്ചിട്ട് പറഞ്ഞു, ശിഷ്യ, ഇതാ നിന്റെ അമ്മ. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 26-ാമത്തെ വാക്യം. സഹോദരങ്ങളെ, ആ നിമിഷം മുതൽ ആ ശിഷ്യൻ ആ പരിശുദ്ധ ദൈവമാതാവിനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. നമ്മുടെ പിതാക്കന്മാർ അമ്മയോടുള്ള ഭക്തിക്കും പരിശുദ്ധ ദൈവമാതാവിനോടുള്ള മധ്യസ്ഥതയ്ക്കും പൗരസ്ത്യ സഭാ പാരമ്പര്യത്തിൽ അമ്മ അപ്പോസ്തോലിക സമൂഹത്തിന്റെ കേന്ദ്രമായതിന്റെ ഒക്കെ അടിസ്ഥാനമായി പുത്രൻ യോഹന്നാൻ അപ്പോസ്തലൻ അമ്മയെ പരമേൽപ്പിക്കുന്ന മഹത്തരമായ ഈ നിമിഷമാണ് വിശദീകരിക്കുന്നത്. എന്നാൽ അല്പം കൂടെ അർത്ഥം ഈ വാക്യത്തിനുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ വാർദ്ധക്യം വിസ്മരിക്കപ്പെടുന്നു. പല കുടുംബങ്ങളിലും പ്രായമായ മാതാപിതാക്കൾ വിസ്മരിക്കപ്പെടുന്നു. അവരുടെ പരിരക്ഷണ ഇന്ന് സമൂഹം ഏറ്റെടുക്കുന്നില്ല. അമ്മമാർ അമ്പലപ്പറമ്പിലും പെരുന്നാൾ മേഖലകളിലും ഉപേക്ഷിക്കപ്പെടുന്നു എന്നതാണ് ആധുനിക കാലഘട്ടത്തിന്റെ മുഖം. വർഷാന്തരങ്ങൾക്ക് മുമ്പ് 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പിതാവായ അപ്രേം, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 26-ാം വാക്യത്തിൽ അമ്മയെ അരുമശിഷ്യനായ യോഹന്നാന് പരമേൽപ്പിക്കുന്നത് കണ്ടിട്ട് പിതാവായ അപ്രേം പറഞ്ഞു, ഒരു വാക്ക് പറഞ്ഞ് ഞാൻ ഈ അമ്മ മറിയത്തിൽ നിന്ന് സഹോദരി മറിയത്തിലേക്ക് പോകാം. എന്താന്നോ അപ്രേം പറഞ്ഞത്? ദൈവത്തിന് പോലും, എന്റെ കൂടെ എന്ന് പറഞ്ഞ് ആണ്ടെ തലകുനിച്ചിരിക്കുക, എന്റെ കൂടെ പറഞ്ഞ് ദൈവത്തിന് പോലും പറ. എല്ലാരും പറഞ്ഞില്ല, ശരിക്കും പറഞ്ഞ് ദൈവത്തിന് പോലും അമ്മയെ മറക്കാനൊക്കത്തില്ല. ഇനി ഒരുമിച്ച് പറഞ്ഞ്, ദൈവത്തിന് പോലും അമ്മയെ മറക്കാനൊക്കത്തില്ല. അതാണ് അമ്മ മറിയം. അതാണ് പൗരസ്ത്യ പാരമ്പര്യത്തിലും സഭാവിശ്വാസ ജീവിതത്തിലും അമ്മയുടെ സ്ഥാനം. മക്കളെ, അമ്മയെ മറക്കരുത്. ദൈവത്തിന് പോലും അമ്മയെ മറക്കാനൊക്കത്തില്ല. അമ്മ അനുഭവിക്കുന്ന പുത്രദുഃഖത്തിന്റെ നടുവിൽ തൊട്ടടുത്ത വലത്തെ തോളിൽ സഹോദരി മറിയം ഉണ്ട്. സഹോദരി മറിയം യഥാർത്ഥത്തിൽ ഇത് ആധ്യാത്മിക ജീവിതത്തിന്റെ, കൂട്ടായ്മ ജീവിതത്തിന്റെ മഹത്തരമായ ഭാവമാണ്. എന്നാൽ ഇന്ന് ഉപഭോഗ സംസ്കാരം വളർന്ന് ഭാര്യയും ഭർത്താവും മക്കളും എന്ന
വളരെ സൂക്ഷ്മമായ അണുകുടുംബത്തിലേക്ക് നമ്മളൊക്കെ ഒതുങ്ങുകയാണ്. സാഹോദര്യ ബന്ധത്തിന്റെ തീവ്രത നമുക്ക് നഷ്ടപ്പെടുന്നു. എന്നാൽ വേദപുസ്തകം സാഹോദര്യത്തിന്റെ പുസ്തകമാണ്. ക്രിസ്തു മതം സാഹോദര്യത്തിന്റെ മതമാണ്. യേശു ക്രിസ്തു ലോകത്തിന് കാണിച്ചു കൊടുത്തത് ശ്രേഷ്ഠമായ സാഹോദര്യമാണ്. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം, അതാണ് ഈ ഓർത്തഡോക്സ് സഭയുടെ പ്രത്യേകത. ഓർത്തഡോക്സ് സഭയുടെ പ്രാർത്ഥനകൾ മുഴുവൻ ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കും വേണ്ടി മാത്രമല്ല, ഇടവകയിലെ വികാരിക്കും ഇടവക ജനങ്ങൾക്കും വേണ്ടി മാത്രമല്ല, സമസ്ത ലോകത്തെയും സർവ പ്രപഞ്ചത്തെയും സഹോദരതുല്യം കണ്ടുകൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമഗ്ര ഭാവന, അതാണ് യഥാർത്ഥത്തിൽ ഓർത്തഡോക്സ് സഭയുടെ ആരാധനാ ജീവിതത്തിന്റെയും അടിസ്ഥാനം. വേദപുസ്തകം ആദ്യം ചോദ്യം ചെയ്യുന്നത് സഹോദര ഹത്യ നടത്തിയ കായേന്റെ ദുഷ്പ്രവർത്തിക്കെതിരെയാണ് വേദപുസ്തകം ആദ്യം ചോദ്യമുയർത്തുന്നത്. കായേനോട് സർവശക്തനായ ദൈവം ചോദിക്കുന്നു, നിന്റെ സഹോദരൻ എവിടെ? കായേൻ മറുതലിക്കുന്നു, ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനോ? യഥാർത്ഥത്തിൽ മനുഷ്യാവതാരത്തിന്റെ മഹിമ എന്ന് പറയുന്നത് കായേന്റെ ചോദ്യത്തിന് എന്റെ സഹോദരൻ എവിടെ എന്ന് സർവശക്തൻ ചോദിച്ചപ്പോൾ, ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനോ എന്ന് മറുപടി പറഞ്ഞ കായേന്റെ മറുതലിപ്പിന്റെ ഉത്തരമാണ് ഇന്ന് ഗോകുൽത്തായിൽ കാണുന്ന കുരിശിക്കപ്പെട്ട നസ്രായക്കാരൻ യേശു. അതാണ് വേദപുസ്തകം, അതാണ് ക്രിസ്തീയ ആധ്യാത്മികത. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, വർണ്ണ വ്യത്യാസമില്ലാതെ, ഈ സമൂഹത്തിന്റെ ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാ മനുഷ്യരും ദൈവ സൃഷ്ടിയാണെന്നുള്ള മഹത്തരമായ അവബോധം, അതാണ് ദൈവസ്നേഹം. അത് ലോകത്തിന് നൽകിയത് യേശുക്രിസ്തുവാണ്. അതാണ് യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠമായ സുവിശേഷത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ടാണ് മാലാഖമാർ ആട്ടിടയന്മാരോട് ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് പ്രഘോഷിച്ചത്. സർവ ലോകത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം കേവലം തെരഞ്ഞെടുക്കപ്പെട്ട ചില വ്യക്തികൾക്ക് മാത്രമല്ല, സർവ ലോകത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ബേത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, യേശു ക്രിസ്തു എന്ന സർവലോക രക്ഷകനെ പരിമിതപ്പെടുത്താതെ സാഹോദര്യത്തിന്റെ ശ്രേഷ്ഠഭാവത്തിൽ ക്രിസ്തുവിനെ ലോകത്തിന് നൽകുക എന്നതാണ് നമ്മുടെ ചുമതല. യഥാർത്ഥത്തിൽ അമ്മ മറിയം പുത്രന്റെ ക്രൂശീകരണ സമയത്ത്, മഹാകഷ്ടത്തിലാകുന്ന സമയത്ത് അമ്മയെ ആശ്വസിപ്പിക്കുവാൻ സഹോദരി മറിയം വലത്തെ തോളിൽ വലതുവശത്ത് അമ്മയോടുകൂടെ നിൽക്കുന്നു. ഇന്ന് നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ഒരു സംഘബോധം നമുക്ക് നഷ്ടപ്പെടുന്നു. യഥാർത്ഥത്തിൽ സഭ ഒരു കുടുംബമാണ്, ഇടവക ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൽ നാം എല്ലാവരും പരസ്പരം സഹോദരീ സഹോദരങ്ങളാണ്. ഈ വിക്ടർ ഹ്യൂഗോയുടെ വളരെ പ്രസിദ്ധമായ നോവലാണ് പാവങ്ങൾ, ലെസ് മിസറബിൾസ്. അതിനകത്ത് പ്രധാന കഥാപാത്രം ജീൻ വാൽജീൻ പെങ്ങടെ കൊച്ചിന് വിശന്നപ്പം ഒരു റൊട്ടിക്കഷ്ണം മോഷ്ടിച്ചു. പെങ്ങടെ കൊച്ചിന് വിശന്നപ്പം ഒരു റൊട്ടിക്കഷ്ണം മോഷ്ടിച്ചു. അതിന്റെ പരിണിത ഫലമായി ജയിലിൽ അടയ്ക്കപ്പെട്ടു. ജയിലിൽ നിന്ന് ചാടാൻ പരിശ്രമിച്ചു. അങ്ങനെ ജയിൽവാസം 19 വർഷമായി ദീർഘിച്ചു. 19ാമത്തെ വർഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. പരിചയക്കാരുമില്ല, ബന്ധുമിത്രാദികൾ ആരുമില്ല, ഒരു നേരം തലചായ്ക്കാൻ ഇടമില്ല. അങ്ങനെ ചുറ്റിക്കറങ്ങി നടന്ന് വിഷാദമുഖനായ ജീൻ വാൽജീൻ ചെന്നെത്തുന്നത് ആ സ്ഥലത്തെ മഹാപുരോഹിതനായ ബിഷപ്പിന്റെ അരമനയിലാണ്. ബിഷപ്പ് അദ്ദേഹത്തിന് അക്കോമഡേഷൻ, താമസ സ്ഥലം നൽകി, ഭക്ഷണം നൽകി. 19 വർഷങ്ങൾക്ക് ശേഷം സ്വസ്ഥതയോടെ ജീൻ വാൽജീൻ എന്ന മനുഷ്യനൊന്ന് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം അരമന വിട്ടു പോന്നപ്പം ബിഷപ്പിന്റെ 2 വെള്ളി മെഴുകുതിരിക്കാലുകൾ അദ്ദേഹം കൊണ്ടുപോന്നു. പുറത്തു വന്നു. ഉടൻ തന്നെ പോലീസ് പിടിച്ചു. പോലീസ് ജീൻ വാൽജീനെയും തൊണ്ടി സാധനങ്ങളായ 2 സിൽവർ കാൻഡിൽ സ്റ്റിക്കും ഇത് രണ്ടും കൊണ്ട് അരമനയിൽ ചെന്നു. അരമനയിൽ ചെന്നപ്പം മഹാനായ നോവലിസ്റ്റ് വിക്ടർ ഹ്യൂഗോ ഈ ബിഷപ്പിനെ
ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കഥാപാത്രമായി ചിത്രീകരിച്ചു. ബിഷപ്പിനോട് പോലീസുകാരൻ പറഞ്ഞു, അങ്ങ് എന്ത് വിചാരിച്ചാണ് ഈ മനുഷ്യന് താമസ സ്ഥലം നൽകിയത്, ഭക്ഷണം നൽകിയത്? ഇവൻ മഹാകള്ളനാണ്. അതുകൊണ്ടാണ് അങ്ങയുടെ സിൽവർ കാൻഡിൽ സ്റ്റിക്ക് ഇവൻ മോഷ്ടിച്ചത്. ഉടനെ ബിഷപ്പ് പ്രതികരിച്ചു, അങ്ങനെയല്ല, അങ്ങനെയല്ല, ഇത് മോഷണമല്ല, ഞാനിതിവന് നൽകിയതാണ്, ഞാനിതിവന് നൽകിയതാണ്. അപ്പം പോലീസുകാരൻ വിക്ടർ ഹ്യൂഗോയിലെ ബിഷപ്പിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഹൂ ഈസ് ദിസ് മാൻ ടു യു? വാട്ട്സ് യുവർ റിലേഷൻഷിപ്പ്? ആരാണ് ഈ മനുഷ്യൻ അങ്ങക്ക്? വാട്ട്സ് യുവർ റിലേഷൻഷിപ്പ്? എന്താണ് ബന്ധം? നമ്മളൊക്കെ പറയും ചുങ്കത്ര ഞങ്ങളുടെ ഇടവകക്കാരനാണ്, മലബാർ ഞങ്ങളുടെ ഭദ്രാസനത്തിൽപ്പെട്ട ഒരാളാണ്, പണ്ട് കണ്ട പരിചയമുണ്ട്. ഇതൊക്കെയാണ് മറുപടികൾ. എന്നാൽ വിക്ടർ ഹ്യൂഗോയിലെ ബിഷപ്പ് പറയുന്ന ഒരു മറുപടി ഉണ്ട്. ഹി ഈസ് മൈ ബ്രദർ. ജീൻ വാൽജീൻ എന്റെ സഹോദരനാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, അതാണ് ക്രിസ്തുമതം, അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ആധ്യാത്മികത. അത് പഠിപ്പിക്കാനാണ് നസ്രായക്കാരനേശു കുരിശിൽ മരിച്ചത്. ഇത് മനസ്സിലാകാതെ പോകുന്നു എന്നതാണ് ഈ കാലഘട്ടത്തിലെ ആത്മീയ അപജയത്തിന്റെ കാരണം. മുടിയനായ പുത്രൻ പിതാവിന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവൻ തിരികെ വരുന്നു. അവനെ പിതാവ് സ്വീകരിക്കുന്നു. അവന് 3 മഹത്തരമായ വരദാനങ്ങൾ പിതാവ് നൽകി. അത് ശ്രദ്ധിച്ചോണേ. അവന്റെ ചെരുപ്പ് തേഞ്ഞു പോയതായിരുന്നു. അവന് പുതിയ ചെരുപ്പ് നൽകി, പുതിയ മോതിരം നൽകി, പുതിയ വസ്ത്രം നൽകി. പുതിയ ചെരുപ്പ്, പുതിയ മോതിരം, പിന്നെ പുതിയ ചെരുപ്പ്, പുതിയ മോതിരം, പിന്നെ പുതിയ വസ്ത്രം. ഈ 3 ഒരുമിച്ച് കിട്ടുന്ന ഏക കൂദാശ ഏതാണെന്നറിയാവോ? ഈ 3 ഒരുമിച്ച് കിട്ടുന്ന ഏക കൂദാശ അത് വിവാഹ കൂദാശയാണ്. പുതിയ ചെരുപ്പ്, അതുപോലെ തന്നെ പുതിയ വസ്ത്രം, പുതിയ മോതിരം. യഥാർത്ഥത്തിൽ ഉടമ്പടിയുടെ ബന്ധത്തിന്റെ മനോഹരമായ 3 മാതൃകകൾ ഈ ചരിത്ര ലോകത്തിൽ സഞ്ചരിക്കുമ്പോൾ യാത്രാമധ്യ പറ്റിയ അഴുക്കുകളിൽ നിന്ന് മാറി സുവിശേഷത്തിന്റെ, ദൈവരാജ്യത്തിന്റെ പുതിയ ചെരുപ്പ്, ശത്രുവിന്റെ സകല ശത്രുതയെയും തേളുകളെയും പാമ്പുകളെയും ചവിട്ടിമതിച്ച് മഹത്വത്തിന്റെ ദൈവവചനം പ്രഘോഷിക്കാനുള്ള ചെരുപ്പ്. അതാണ് യഥാർത്ഥത്തിൽ ഭൗതിക ബന്ധത്തിൽ നിന്ന് മാറി ദൈവീകതയിലേക്ക് കടന്നു വരുവാൻ വിശുദ്ധമായ കുടുംബജീവിതത്തിന്. ഈയിടെ കല്യാണം കഴിച്ച ആരെങ്കിലും ഉണ്ട് ശ്രദ്ധിച്ചോണേ. നല്ലപ്പോഴാണ് ചെരുപ്പിട്ട് പള്ളിയിൽ നിൽക്കാൻ നിങ്ങൾക്ക് അനുവാദം കിട്ടിയത്. അത് കല്യാണ സമയത്താണ്. കാരണം ഇതൊരു പുതിയ തുടക്കമാണ്, പുതിയ ബന്ധമാണ്. ഈ ഉടമ്പടി ബന്ധത്തിന്റെ ശ്രേഷ്ഠമായ പ്രവർത്തന നിരതയ്ക്ക് വേണ്ടി നിങ്ങളെ ധരിപ്പിച്ചിരിക്കുന്നു പുതിയ ബന്ധത്തിന്റെ ചെരുപ്പുകൾ. അതോടൊപ്പം തന്നെ ഉടമ്പടി ബന്ധത്തിന്റെ തീവ്രതയാണ് നിങ്ങളുടെ കൈകളിൽ ആചാര്യന്മാർ ഇട്ടു തന്ന മോതിരം. നമ്മുടെ പാരമ്പര്യത്തിൽ മാത്രമേ ഈ അച്ഛൻ മോതിരം ഇട്ടു കൊടുക്കത്തുള്ളൂ. ബാക്കി പല പാരമ്പര്യത്തിലും അത് പിള്ളേരൊക്കെ പലപ്പോഴും ചോദിക്കുന്നത്, എന്റെ ദൈവമേ, കല്യാണം കഴിക്കുന്നത് ഞങ്ങളല്ലേ, ഞങ്ങൾക്ക് പരസ്പരം മോതിരം മാറാനുള്ള ഒരു അവസരം വേണ്ടേ? അതും ഈ അച്ഛൻ വിട്ടുതരത്തില്ല. കല്യാണം കഴിക്കുന്ന വരനും വധുവിനും മോതിരം ഇട്ടു കൊടുക്കുന്ന ആരാ? വൈദികരാണ്. ഹാദൂസോ ദബനായോ ഈത്തോ കാദീസ്തോ ദാലോഹോ. സഭാമക്കളുടെ സന്തോഷ പൂർത്തീകരണത്തിനായി ഈ മോതിരങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് ആശീർവദിച്ച് വരനും വധുവിനും കൊടുക്കുക. മക്കളെ, കാര്യം എന്നാന്നറിയാവോ? നിങ്ങൾ ഭാര്യയും ഭർത്താവുമായി ജീവിക്കുക എന്നത് നിങ്ങൾ രണ്ടും എടുത്ത ഒരു ഉടമ്പടിയെ അല്ല. ഞാനും എന്റെ ഭാര്യയും തമ്മിലെടുത്ത ഉടമ്പടിയല്ല എന്റെ വിവാഹ ജീവിതത്തിന്റെ അടിസ്ഥാനം. മറിച്ച് ഇനി ഞാൻ പറയുന്ന കേട്ടോണം, സ്ത്രീയും പുരുഷനും ഒരുമിച്ച്, ഒന്നുകൂടെ പറയുന്നു, സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ദൈവസന്നിധിയിൽ ദൈവത്തോടെടുത്ത ഉടമ്പടിയാണ് കുടുംബജീവിതം. അതുകൊണ്ടാണ് ശുദ്ധീകരിച്ച് വാഴ്ത്തി അനുഗ്രഹിച്ച മോതിരം വൈദികൻ നിങ്ങളുടെ കൈകളിൽ ഇട്ടു തന്നത്. അത്ര ശ്രേഷ്ഠമാണ് ഈ ഓർത്തഡോക്സ് സഭയുടെ ആരാധനാ പാരമ്പര്യം. എന്നാൽ ഈ മോതിരവും പുതിയ വസ്ത്രവും പുതിയ ചെരുപ്പും
നഷ്ടപ്പെട്ടു പോയ സഹോദരന് കൊടുത്തത് മൂത്ത സഹോദരന് ഇഷ്ടപ്പെട്ടില്ല. അവൻ വയലിൽ നിന്ന് വന്നപ്പം ഭയങ്കര ബഹളം, വലിയ ആനന്ദ നൃത്തം. അവൻ ചോദിക്കുന്നു വേലക്കാരനോട്, ബാല്യക്കാരനോട്, എന്താണ് ഇവിടെ നടക്കുന്നത്? എന്താണ് ഈ ആനന്ദത്തിന്റെ കാരണം? വേദപുസ്തകത്തിലെ മനോഹരമായ ഒരു വാക്യമാണ് ആ ബാല്യക്കാരൻ ഈ മുടിയൻ പുത്രന്റെ മൂത്ത സഹോദരനോട് പറഞ്ഞത്, നിന്റെ സഹോദരൻ വന്നു, നിന്റെ സഹോദരൻ വന്നു. സഹോദരങ്ങളെ, ഈ ആധുനിക കാലഘട്ടത്തിൽ മലങ്കര സഭയുടെ പ്രതിസന്ധികളുടെ നടുവിൽ നമ്മുടെ ഹൃദയത്തിൽ കുറിച്ചു വെക്കേണ്ട വാക്കാണ് സാഹോദര്യത്തിന്റെ ശ്രേഷ്ഠമായ ഈ പദം, നിന്റെ സഹോദരൻ വന്നു. അമ്മ മറിയത്തിന്റെ കൂടെ സഹോദരി മറിയം ചേർന്ന് നിൽക്കുന്നു. കഷ്ടതകളും സന്തോഷങ്ങളും സന്തോഷ സന്താപങ്ങൾ പങ്കുവെക്കാൻ ഒരു അമ്മ മറിയമുണ്ട്. ആ അമ്മ മറിയത്തിന്റെ കൂടെ സഹോദരി മറിയമുണ്ട്. അതാണ് ശ്രേഷ്ഠമായ സംഘബോധവും കുടുംബജീവിതവും. മൂന്നാമത്തേത് ക്ലയോപ്പാവിന്റെ ഭാര്യ മറിയം. മശിഹായുടെ റുഷ്മാം മാമോദീസായാൽ പൂഴിയിൽ നിന്നും താൻ മൂലം പ്രാണനോടേറി ധൂളിക്കുടഞ്ഞതി തേജോ വസ്ത്രം ചാർത്തിയിടും. ഈ ക്ലയോപ്പാവ് ആരാണ്? യേശുക്രിസ്തുവിന്റെ നേറ്റീവ് ലാൻഡ് എന്ന് വെച്ചാൽ കർത്താവ് മിസ്രൈമിലേക്ക് കുഞ്ഞിനെയും കൊണ്ട് ഓടിപ്പോകുന്നുണ്ട്. തിരിച്ച് നസ്രയത്തിൽ വന്ന് നസ്രയത്തിൽ താമസിച്ചു. അതുകൊണ്ട് നസ്രയത്തുകാരൻ എന്നറിയപ്പെടുന്നു. എന്നാൽ കർത്താവിന്റെ സ്ഥലം കപ്പർന്നഹോമാണ്. കപ്പർന്നഹോമിൽ കർത്താവ് താമസിക്കുന്ന സമയത്ത് ഈ ക്ലയോപ്പാവിനെ കുറിച്ച് പറയുന്നത് കർത്താവിന്റെ അയൽവക്കംകാരനാണ്. ആരെ? ക്ലയോപ്പാവ്. ക്ലയോപ്പാവിന്റെ ഭാര്യയാണ് ആരെ? ഈ മൂന്നാമത്തെ മറിയം. ക്ലയോപ്പാവിന്റെ ഭാര്യ മറിയം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ ഈ ക്ലയോപ്പാവിന്റെ ഭാര്യ മറിയെ ഒന്ന് വിശദീകരിക്കുമ്പം ഒരു തലക്കെട്ട് കൊടുക്കുക. ഒന്നാമത്തേത് അമ്മ മറിയം, രണ്ടാമത്തേത് സഹോദരി മറിയം, മൂന്നാമത്തേത് അയൽവക്കംകാരി മറിയ. ഏത് മറിയ? ഒന്നുകൂടെ പറയുന്നേ. അയൽവക്കംകാരി മറിയ. ഇന്നത്തെ ഈ സൈബർ യുഗത്തിൽ അയൽവക്കം ഉണ്ടോ? അയൽവക്കമില്ല. എന്നാൽ ഒരു 60 വർഷം മുമ്പ് നിലമ്പൂരിലേക്ക് പ്രവാസികളായി നാട്ടിലേത് മുഴുവൻ വിറ്റ് പോന്ന പലർക്കും സഹോദരനെക്കായാലും ബന്ധുമിത്രാദികളെക്കായാലും മനസ്സിൽ നിന്ന് മാറാതെ നിൽക്കുന്നത് അയൽവക്കംകാരനാണ്. ആ സൗഹൃദ ബന്ധത്തിന്റെ ശ്രേഷ്ഠത എത്ര ഭയങ്കരം! എന്നാൽ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ അയൽവക്കം, ആ ബന്ധം നഷ്ടപ്പെട്ടു. സത്യത്തിൽ നമ്മുടെ തന്നെ മതജീവിതത്തിൽ ഉൾപ്പെടുന്നവരായിട്ടല്ല നമ്മൾ കൃഷികൾ നടത്തിയിരുന്നത്. നമ്മൾ കന്നുകാലികളെ വളർത്തി ജീവിച്ചപ്പം, ഉപജീവനത്തിന് ഒരുമിച്ച് ജീവിച്ചപ്പം ആ കൂട്ടത്തിൽ ഇസ്ലാം സഹോദരങ്ങളുണ്ട്, ഹൈന്ദവ സഹോദരങ്ങളുണ്ട്. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ജീവിച്ചിരുന്ന സഹവർത്തിത്വത്തിന്റെ മനോഹര സന്ദർഭം. ഇന്നത്തെ ഈ പൗരത്വ നിയമവും ഭാരതം എന്ന മഹത്തരമായ വസുദൈവ കുടുംബം അത് കൊട്ടിഘോഷിച്ച ശ്രേഷ്ഠമായ പാരമ്പര്യത്തിൽ നിന്ന് ആധുനിക ഭാരതം മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ അയൽപക്കങ്ങൾ ഒരുമിച്ച് ചേരുന്ന സംഘബോധത്തെ കുറിച്ചൊരു ബോധ്യം നമുക്ക് വേണ്ടേ? ഞാനിത് പലപ്പോഴും മനസ്സിലാക്കുന്ന ഒരു സന്ദർഭം, പണ്ടൊക്കെ 5-8 മക്കളെ വളർത്തുന്ന അപ്പച്ചന്മാർ അവരുടെ പ്രധാന ഉപജീവനം കന്നുകാലി വളർത്താണ്. ആ ഒരു ബിസിനസ് മാത്രമേ ഒരു 30-40 വർഷം മുമ്പ് നസ്രാണി അപ്പൻ അറിയാവുള്ളൂ. പശുവിനെ വളർത്തുക, കന്നുകാലികളെ വളർത്തി ജീവിക്കുക. അതുകൊണ്ട് അങ്ങേരെങ്ങും പോകത്തില്ല. തൊട്ടടുത്ത് തൃപ്പൂണിത്തറ താമസിക്കുന്ന അപ്പച്ചൻ കൊച്ചി കണ്ടിട്ടില്ല. ആയൂരും കൊട്ടാരക്കരയും താമസിക്കുന്ന അപ്പച്ചൻ തിരുവനന്തപുരം കണ്ടിട്ടില്ല. എന്നോ കാരണം ഈ പശു വളർത്തുകാരന് വീട് വിട്ട് പുറത്തോട്ട് പോകാൻ ഒക്കുന്നില്ല. എന്നാൽ ഇന്ന് നമ്മുടെ സഞ്ചാര ദൈർഘ്യവും
നമ്മുടെ പരിമിതികളുമൊക്കെ എത്ര ഭയങ്കരം. ആകാശം മാത്രമാണ് നമുക്കൊരു അതിർവരമ്പ്. നമ്മൾ എവിടെയെല്ലാം സഞ്ചരിക്കുന്നു. നമ്മുടെ അപ്പച്ചൻ അധികം സഞ്ചരിച്ചിട്ടില്ല, ജീവിതഭാരം കഷ്ടപ്പാടുകൊണ്ട്. പക്ഷെ നിലമ്പൂര് ഒരു പെങ്ങളെ കെട്ടിച്ചിട്ടുണ്ട്. നിലമ്പൂർ ഒരു പെങ്ങളെ കെട്ടിച്ചിട്ടുണ്ട്. പെട്ടെന്നൊരു വാർത്ത വന്നു, പെങ്ങളുടെ ഭർത്താവ് അപ്പച്ചന്റെ സ്വന്തം അളിയന് അസുഖം കൂടുതലാണ്, അദ്ദേഹത്തിന് നിലമ്പൂരിന് വരണം. അദ്ദേഹം അയൽവക്കംകാരന്റെ അരികെ ഓടിച്ചെന്ന് പറഞ്ഞു, എന്റെ ചാക്കോച്ച ഒരു നിവൃത്തിയില്ല, ആകെ ഞങ്ങൾ കൂടപ്പുറപ്പ് 2 പേരായിരുന്നു, അതിൽ പെങ്ങളെ നിലമ്പൂരാണ്, അവിടെ ഭർത്താവിന് മേല, എനിക്കൊന്ന് പോണം. ഞാൻ ഈ ചൊവ്വാഴ്ച പോയാൽ വരുന്ന ശനിയാഴ്ച വരത്തുള്ളൂ. അയൽവക്കംകാരനോട് അപ്പച്ചൻ പറയുന്ന ഒരു വാക്കാ, എന്റെടാ നീ എന്റെ പശുവിനെ ഒന്ന്, നേരെ നോക്കി പറയുന്നേ, നീ എന്റെ പശുവിനെ ഒന്ന് കറക്കണം, നീ അതിന് ഇച്ചിരി പുല്ല് കൊടുക്കണം. എന്റെ സഹോദരങ്ങളെ, എന്തൊരു ബന്ധമായിരുന്നു അത്. അപ്പച്ചൻ നോക്കുന്നതിൽ ഭംഗിയായി അപ്പച്ചന്റെ അയൽവക്കംകാരൻ അപ്പച്ചന്റെ പശുവിനെ നോക്കും. പശുവിനെ മാത്രമല്ല, തിരിച്ചു വരുന്നത് വരെ ആ കുടുംബത്തെ കരുതും. എന്നാൽ ഇന്ന് ബന്ധങ്ങൾ നശിച്ചു. ആരാണ് അയൽവക്കമെന്ന് ഇന്നത്തെ ഫ്ലാറ്റ് സംസ്കാരത്തിൽ നമുക്കറിയത്തില്ല. കഴിവുള്ളിടത്തോളം അയൽവക്കംകാരനെ അതിരുമാന്തി ഓടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മനുഷ്യർ. അതാണല്ലോ ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രതിസന്ധി. സ്വന്തം നാട്ടിൽ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ആഭ്യന്തര യുദ്ധവും പ്രതിസന്ധിയും കാരണം കുഞ്ഞുങ്ങളെ ഒക്കത്ത് വെച്ചുകൊണ്ട് ഓടിപ്പോന്ന അഭയാർത്ഥികൾ, ഈ ലോകത്തിൽ ജനിച്ചു വീണു എന്ന ഒറ്റ കാരണം കൊണ്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അഭയാർത്ഥികൾ, അവരെ പിരിച്ചുവിടാനാണ് യൂറോപ്പിൽ ട്രംപും ഭാരതത്തിൽ ഭരണാധികാരികളും ശ്രമിക്കുന്നത്. എന്നിട്ട് അതിനെ നീതീകരിക്കുന്ന ഭരണക്രമം. സഹോദരങ്ങളെ, ഈ ലോകം സർവശക്തൻ എല്ലാ മനുഷ്യർക്കും വേണ്ടി നൽകിയതാണെന്നുള്ള അവബോധം നഷ്ടപ്പെട്ടാൽ പിന്നെ ആത്മീയതയ്ക്ക് അടിസ്ഥാനമില്ല. അതുകൊണ്ടാണ് നസ്രായക്കാരൻ യേശു അദ്ദേഹത്തിന്റെ അരികെ വന്ന് യഹൂദന്മാരായ യാഥാസ്ഥിതികർ, ഇന്നത്തെ വലതുപക്ഷ തീവ്രവാദ ചൊവ്വയുള്ളവർ, അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം യഹൂദന്മാർ. അവരിൽ പരീശവർഗം വന്ന് ചോദിക്കുന്നുണ്ട്, ആരാണ് അയൽവക്കംകാരൻ? ആരാണ് ശരിയായ അയൽവക്കംകാരൻ? കാരണം പരീശന്റെ മനസ്സിൽ തൊട്ടയൽവക്കത്ത് അധിവസിക്കുന്ന ശമരിയക്കാരനുണ്ട്. ആ ശമരിയക്കാരനെ കണ്ടുകൂടാ, അവനെ കാണുന്നത് തന്നെ അറപ്പാണ്. നമ്മുടെ കൂടെ താമസിക്കുന്ന നമ്മുടെ സഹോദരങ്ങളായ യഹൂദന്മാരാണ് നമ്മുടെ അയൽവക്കംകാരൻ എന്ന് നസ്രായക്കാരൻ യേശു പറയും എന്ന് പ്രതീക്ഷിച്ചാണ് പരീശൻ ചോദിക്കുന്നത്, ആരാണ് അയൽവക്കംകാരൻ? ഉടനെ നസ്രായക്കാരൻ, ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 30 മുതലുള്ള വാക്യങ്ങൾ, മനോഹരമായ ഉപമ. ആരുടെ ഉപമ? നല്ല ശമരിയക്കാരന്റെ ഉപമ. ആരുടെ ഉപമ? പാറവാക്കി. കർത്താവ് പറഞ്ഞതൊരു കഥയാണ്. ആരാണ് അയൽവക്കംകാരൻ എന്നതിന് പറഞ്ഞതൊരു കഥ. യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് യാത്ര ചെയ്യുന്ന മനുഷ്യൻ യെരിഹോ വീതിയിൽ വെച്ച കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. ദേഹം മുഴുവൻ മുറിവ്, എല്ലാവരാലും തിരസ്കൃതനായി പാതയോരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നു. അതിലെ ഒരു പുരോഹിതൻ വന്നു, അങ്ങേര് കടന്നുപോയി, നോക്കിയില്ല. ലേവ്യൻ വന്നു, അദ്ദേഹവും ശ്രദ്ധിച്ചില്ല. യഹൂദന് ഒട്ടും ഇഷ്ടമില്ലാത്തയാളാണ് മൂന്നാമത് വരുന്നത്, ശമരിയക്കാരൻ. മുറിവേറ്റ് കടന്നവനെ കണ്ടിട്ട് കരുണ കാണിച്ചത് ശമരിയക്കാരനാണ്. വാഹനമൃഗത്തിന്റെ മുകളിൽ കയറ്റി മുറിവുകളിൽ എണ്ണ പുരട്ടി സത്രത്തിൽ കൊണ്ടയാക്കി. സത്രമാണ് പരിശുദ്ധ സഭ. എന്നിട്ട് സത്രക്കാരനോട് പറഞ്ഞു, ചെയ്യാവുന്നത് മുഴുവൻ ചെയ്യണം. ഇപ്പോഴത്തെ കൂലിയായിട്ട് എത്ര തന്നേക്കാം? സത്രക്കാരന് ശമരിയക്കാരൻ കൊടുത്ത അണ എത്ര അണയാന്നറിയാവോ? 2 അണ. പരിശുദ്ധനായ ഒറിഗൻ പറഞ്ഞു, ഇത് പുതിയ നിയമവും പഴയ നിയമവുമാണ്. പരിശുദ്ധനായ അപ്രയം പറഞ്ഞു, ഇത് ചരിത്ര ലോകത്തിലെ ജീവിതവും നിത്യജീവനുമാണ്. 2 അണ എന്നിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ തിരികെ വരുമ്പോൾ ബാക്കി എത്രയായാലും തന്നുകൊള്ളാം. ഇത് ഈ കഥ പറഞ്ഞതിന് ശേഷം നസ്രായക്കാരൻ യേശു യഹൂദനോട് ചോദിച്ചു, ആരാണ് അയൽവക്കംകാരൻ?
നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പുരോഹിതനാണോ, ലേവ്യനാണോ, അതോ ഈ ശമരിയക്കാരനാണോ? ശമരിയക്കാരൻ എന്ന് പറയാൻ യഹൂദന് ഒട്ടും സാധിക്കത്തില്ല. അതുകൊണ്ട് അവൻ പറഞ്ഞ മറുപടി എന്നാന്നോ? അവനോട് കരുണ കാണിച്ചവൻ, അവനോട് കരുണ കാണിച്ചവൻ. ഉടനെ നസ്രായക്കാരൻ യേശു പറഞ്ഞു, നീയും പോയി അപ്രകാരം ചെയ്യുക. സഹോദരങ്ങളെ, ചിലപ്പോൾ നമ്മുടെ മതത്തിൽപ്പെട്ടവരോ നമ്മുടെ ബന്ധുക്കളോ ആയിരിക്കത്തില്ല നമ്മളോട് കരുണ കാണിക്കുന്നത്. കരുണ കാണിക്കുന്നവനാണ് യഥാർത്ഥ സ്നേഹിതൻ. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഇസ്ലാം സഹോദരങ്ങളെ ദൈവത്തെ കുറിച്ച് പറയുന്ന വാക്കെന്നാ? അല്ലാഹു അക്ബർ. എന്നാ അർത്ഥം? സർവശക്തൻ, സർവശക്തൻ കരുണയുള്ളവനാണ്. സർവശക്തൻ കരുണയുള്ളവനാണ്. കരുണയുള്ള ദൈവമാണ് യഥാർത്ഥത്തിൽ മനുഷ്യവർഗത്തിന്റെ സംഘബോധം അതിന്റെ അടിസ്ഥാനമായി നിലനിൽക്കുന്നത്. ഒന്നാമത് അമ്മ മറിയം, രണ്ടാമത് സഹോദരി മറിയം, മൂന്നാമത്തേത് അയൽവക്കംകാരി മറിയം. ഞാൻ അവസാനിപ്പിക്കുന്നു. അവസാനത്തെ മറിയ അത് ഏത് മറിയാണ്? മഗ്ദലനക്കാരത്തി മറിയ. ഈ ക്രിസ്തു സംഭവം നോവലായിട്ട് ഡ്രാമയായിട്ടൊക്കെ ചിത്രീകരിക്കുമ്പം നിങ്ങൾ ഈ മഗ്ദലന മറിയത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ല വേഷമല്ല, കീറിപ്പറഞ്ഞ വേഷം. സമൂഹത്തിന്റെ നേർധാരയിലില്ല. കാടിലും പള്ളയിലും ഒക്കെ മറഞ്ഞിരിക്കുന്ന, സ്വയമേവ ഭയപ്പെടുന്ന, ഭീഭത്സമായ ഭ്രാന്തിയെ പോലെ കാണുന്ന ഒരു സ്ത്രീ. അതാണ് മഗ്ദലന മറിയം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തു ഈ മഗ്ദലന മറിയത്തെ സുഖപ്പെടുത്തിയതിനെ കുറിച്ചൊരു വിവരണമുണ്ട്. 7 ഭൂതങ്ങളെ കർത്താവ് ഇവളിൽ നിന്ന് പുറത്താക്കി. എത്ര ഭൂതങ്ങളെയാണ്? അപ്പൊ ഇത് പറഞ്ഞപ്പോ നമുക്ക് മഗ്ദലനക്കാരത്തി മറിയോടൊരു വെറുപ്പ് തോന്നുന്നു. 1ഉം 2ഉം അല്ലല്ലോ. എത്ര എണ്ണം ഉണ്ട്? എന്റെ അമ്മയെ, സത്യത്തിൽ എല്ലാ മനുഷ്യരും വീണു പോകുന്നത് ഈ 7 ഭൂതം ഉള്ളതുകൊണ്ടാന്ന യഹൂദ പാരമ്പര്യം പറയുന്നേ. എന്നിലും നിങ്ങളിലും തിന്മകളുടെ എത്ര ഭൂതങ്ങളുണ്ട്? ഇങ്ങോട്ട് നോക്കിക്കേ, എത്ര ഭൂതങ്ങളുണ്ട്? 7 ഭൂതങ്ങൾ. മാമോദീസായിലൂടെ 18 പ്രാവശ്യം കുരിശു വരച്ച, അല്ലയോ അശുദ്ധാത്മാവേ, ഞാൻ നിന്നോട് കഠിനമായി ആജ്ഞാപിക്കുന്നു, ഈ പൈതലിനോടൊരുമിച്ച് നീ വെള്ളത്തിൽ ഇറങ്ങരുത്. ശക്തമായ എക്സോസിസം, ഭൂതത്തെ മാറ്റുന്ന പ്രാർത്ഥന. യഥാർത്ഥത്തിൽ വീണുപോയ മനുഷ്യൻ 7 തിന്മകൾക്ക് വശംവദരായെന്നും 7 ഭൂതങ്ങൾ ബാധിച്ചെന്നും. ഇന്ന് വീട്ടിൽ പോയി കണ്ണാടി നോക്കണം 7 ഭൂതം ഉണ്ടോന്ന്. 7 ഭൂതങ്ങൾ ബാധിച്ച് വീണുപോയ മനുഷ്യനെ അവന്റെ 7 ഭൂതങ്ങളെയും മാറ്റി പുനരായി ക്രമീകരിച്ചു. അതുകൊണ്ട് പിതാക്കന്മാര് പറയുന്നത് വീണുപോയ മനുഷ്യന്റെ വിമോചനത്തിന്റെ പ്രതീകമാണ് മഗ്ദലന മറിയം. ഞാൻ ഒന്നുകൂടെ പറയാം, അന്നേരം എന്നോട് ഏറ്റു പറയണ്ട, മനസ്സിൽ പറയണേ. നിങ്ങളെല്ലാവരും എന്റെ നേരെ നോക്കിയിരിക്കുന്നതുകൊണ്ട് എനിക്ക് എന്തൊരു സന്തോഷമുണ്ടെന്നോ. വീണുപോയ മനുഷ്യന്റെ വിമോചനത്തിന്റെ പ്രതീകമാണ് ആര്? മഗ്ദലന മറിയം. അപ്പൊ നോക്കിക്കേ, അമ്മ മറിയമും സഹോദരി മറിയമും അയൽവക്കംകാരി മറിയയും കൂടെ വീണുപോയ മറിയെ, ബാക്കി പറ, വീണുപോയ മറിയെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. വീണുപോയ മറിയെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ആധ്യാത്മിക ജീവിതത്തിന്റെയും ക്രിസ്തീയ അനുഭവത്തിന്റെയും ശ്രേഷ്ഠ സുവിശേഷ ഭാഗമാണ് മഗ്ദലന മറിയം. ഞാനത് വിശദീകരിക്കാം. എന്നാൽ ആ വിശദീകരണം ആധുനിക മലയാള സാഹിത്യത്തിൽ പി മോഹനൻ എന്നൊരു ചെറുകഥാകൃത്തുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കഥ പറഞ്ഞാൽ വിസ്താരം കുറഞ്ഞിരിക്കും, പെട്ടെന്ന് മനസ്സിലാകും. മോഹങ്ങൾ എന്നതാണ് കഥയുടെ തലക്കെട്ട്. മോഹങ്ങൾ എന്ന കഥ ഒരു സ്ത്രീയെ കുറിച്ചാണ്. ആ സ്ത്രീയുടെ പേര് മറിയ എന്നാണ്. അവർക്ക് ഭർത്താവില്ല, അവർക്ക് ബന്ധുമിത്രാദികളില്ല, സ്വന്തമായി ഒരു വീട് പോലുമില്ല. പുറംപോക്കിൽ ഓല കൊണ്ട് മറച്ച ഒരു കുടിലിലാണ് ഈ മറിയ താമസിക്കുന്നത്. അതുകൊണ്ട് എല്ലാരും മറിയെ വിളിക്കുന്നത് വഴിമറിയ. എന്നാ മറിയ? 4 മറിയയുടെ പേര് പറഞ്ഞപ്പോ ഈ 5ാമത്തെ മറിയെ കൂടെ ഞാൻ അങ്ങ് പറഞ്ഞു പോവുകയാണ്.
എന്നാ മറിയ? വഴിമറിയ. വഴിമറിയയ്ക്ക് ഒരു മകനുണ്ട്. മകന്റെ പേര് മാത്തുക്കുട്ടി. മാത്തുക്കുട്ടി. മോഹം. ഇങ്ങോട്ട് നോക്കിക്കേ. എല്ലാ ദിവസവും സ്കൂളിൽ പോകാൻ നേരത്തെ മാത്തുക്കുട്ടി അമ്മയോട് എന്ന് പറയും, അമ്മ കണ്ടില്ലേ എന്റെ ഈ ഷർട്ട് കീറി, എത്ര തുന്നൽ ഈ ഷർട്ടിനുണ്ട്, അമ്മേ മാത്തുക്കുട്ടിക്ക് ഒരു ഷർട്ട് വേണം. മാത്തുക്കുട്ടിക്ക് പറയുന്നേ, മാത്തുക്കുട്ടിക്ക് ഒരു ഷർട്ട് വേണം. പാവം വഴിമറിയ എങ്ങനെ ഷർട്ട് വാങ്ങിച്ചു കൊടുക്കും? ഒരു പലചരക്ക് കടയിൽ പലചരക്ക് കട തൂക്കാൻ പോകുന്ന, അടിക്കാൻ പോകുന്ന ജോലിയാണ് വഴിമറിയുടെ ജോലി. അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഈ കൊച്ചും മാത്തുക്കുട്ടിയും വഴിമറിയയും വഴിയിട്ട് അത്താഴം കഴിക്കുന്നത്. പിന്നെ എങ്ങനെ ഷർട്ട് വാങ്ങിക്കും? വഴിമറിയയ്ക്ക് ആഗ്രഹമുണ്ട് ഒരു ഷർട്ട് വാങ്ങിച്ചു കൊടുക്കാൻ. അങ്ങനെ ഇരുന്നപ്പോഴാണ് പള്ളിയിലെ പെരുന്നാൾ വന്നപ്പം, ഓ എന്തൊരാഘോഷം! ഇടവക്കാർ മുഴുവൻ ഒരു വർഷം കിട്ടിയ പൈസ, സാധാരണക്കാർ തളികെ കൊണ്ടയിട്ട കാശ് മുഴുവനൂടെ 14 കമ്മിറ്റിക്കാർ ചേർന്ന് തകിടം മറിക്കുന്ന മനോഹര സംഭവത്തിന്റെ പേരാണ് എന്നത് പെരുന്നാൾ. അതിന്റെ കൂട്ടത്തിൽ അച്ഛന് നിന്നോണം, നിന്നില്ലെങ്കിൽ നിലനിൽപ്പില്ല. അങ്ങനെ മഹാപെരുന്നാൾ ഇടവക നടക്കുകയാണ്. അപ്പൊ ഈ പലചരക്ക് കടക്കാരൻ മാത്തുക്കുട്ടിയെ വിളിച്ചടാ, പെരുന്നാളിൽ ഒത്തിരി പരിപാടിയുണ്ട്, ഞാൻ നിനക്ക് കുറെ ഭാഗ്യക്കുറി ടിക്കറ്റ് തരാം, നീ ആ ടിക്കറ്റ് എല്ലാം വിറ്റ് തരാമെങ്കിൽ കമ്മീഷൻ 50 രൂപ നിനക്ക് തരാം. 50 രൂപ. ഓ, മാത്തുക്കുട്ടി ഇതുവരെ 50 രൂപ എന്ന് കേട്ടിട്ട് പോലുമില്ല. അവന് ഭയങ്കര സന്തോഷം. അവൻ ഭാഗ്യക്കുറി പെരുന്നാളിന്റെ ദിവസം ഓടി നടന്ന് വിറ്റു. മാത്തുക്കുട്ടിക്ക് കടയുടമസ്ഥൻ 50 രൂപ കൊടുത്തു. ആ കഥ പറയുന്നത്, അവൻ 50 രൂപ ചുരുട്ടി കൈ പിടിച്ചോണ്ട് ഓടി, ആരും കാണാത്ത ഒരു സ്ഥലത്ത് എന്ന് കൈ തുറന്ന് നോക്കി. എന്നത് കാണാൻ 50 രൂപ കാണാൻ. അവൻ വീണ്ടും അത് മുറുക്ക പിടിച്ച് തിരികെ വന്നു. അവന്റെ മോഹം, മാത്തുക്കുട്ടിക്ക് ഷർട്ടില്ല, ഒരു ഷർട്ട് വാങ്ങിക്കണം. അവന്റെ അമ്മ വഴിമറി അറിഞ്ഞു. കടക്കാരൻ 50 രൂപ മാത്തുക്കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേ അമ്മ വഴിമറിയ നിശ്ചയിച്ചു, ഓ ഇന്ന് മാത്തുക്കുട്ടി ഒരു ഷർട്ട് വാങ്ങിച്ചുകൊണ്ട് വരും. അവന്റെ മനസ്സിൽ അതാണ്. അവൻ ആ പ്രതീക്ഷയോടെ, ആ മോഹത്തോടെ മുമ്പോട്ട് നടക്കുമ്പം ഒരു അലുമിനിയം പാത്രം കച്ചവടക്കാരനെ കണ്ടു. അപ്പോഴാണ് അവന്റെ മനസ്സിൽ തോന്നിയത്, എന്റെ ദൈവമേ, മാത്തുക്കുട്ടിയുടെ വീട്ടിൽ പട്ടി പൊട്ടിക്കാത്ത കലയില്ലല്ലോ. മാത്തുക്കുട്ടിയുടെ വീട്ടിലുള്ളത് മംഗലമാണ്. മറയല്ല, ഓലമറയായതുകൊണ്ട് ചോറുണ്ടാക്കി വെക്കും. പക്ഷേ വഴിമറിയും മാത്തുക്കുട്ടിയും കൂടെ കഴിക്കാൻ ചെല്ലുമ്പം ദേ കലം മറിഞ്ഞു കിടക്കുന്നു, ചട്ടി പൊട്ടിക്കിടക്കുന്നു, ചോറ് മുഴുവൻ നിലത്ത് പോയി കിടക്കുന്നു. അത് വാരി എത്ര ദിവസം കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്തുക്കുട്ടി ചിന്തിച്ചു, പട്ടി പൊട്ടിക്കാത്ത ഒരു കലം വാങ്ങിക്കണം. അവൻ ചോദിച്ചു, കടക്കാരനോട് ചോദിച്ചു, ഈ കലത്തിന് എത്രയാകും? കടക്കാരൻ പറഞ്ഞു 30 രൂപ. അവൻ 30 രൂപ കൊടുത്ത് ഒരു അലുമിനിയം കലം വാങ്ങിച്ചു. മുമ്പോട്ട് നടക്കുന്നു. അപ്പൊ അവന്റെ മനസ്സിലെ ചിന്ത, എന്നും എന്റെ അമ്മയാണ് അരി വാങ്ങിക്കുന്നത്, മിച്ചമുള്ള കാശിന് ഇന്ന് മാത്തുക്കുട്ടി അരി വാങ്ങിക്കും. അവന് 20 രൂപ പലചരക്കടക്കാരന് അരിയെ കൊടുത്തിട്ട് പറഞ്ഞു, 20 രൂപയ്ക്ക് അരി തരണം. അങ്ങനെ അലുമിനിയം കലവും കലത്തിനകത്ത് അരിയുമായി ചങ്കോട് ചേർത്ത് പിടിച്ച് മാത്തുക്കുട്ടി വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. വഴിമറിയ പ്രതീക്ഷിച്ചത്, ഇന്നേലും എന്റെ മാത്തുക്കുട്ടി ഒരു ഷർട്ട് ഇടും. പക്ഷേ മാത്തുക്കുട്ടി മുമ്പോട്ട് വെച്ചത് അലുമിനിയം കലവും കലത്തിൽ അരിയും. സഹോദരങ്ങളെ, ഇതാണ് ലോകം. ലഭിക്കുന്ന പണം മുഴുവൻ ആർഭാട ജീവിതത്തിന്, ആധ്യാത്മിക ജീവിതത്തിന്റെ പേര് പറഞ്ഞ് നശിപ്പിക്കുമ്പം ഓരോ ഇടവകയിലും കണ്ണുനീര് തോരാത്ത വഴിമറിയകൾ ഉണ്ടെന്നുള്ള ബോധ്യം അതെന്നും മറന്നു പോകുമോ, അവിടെ ആധ്യാത്മിക ജീവിതത്തിന്റെ അർത്ഥതലം നശിച്ചു പോകും. സഹോദരങ്ങളെ, അമ്മ മറിയം, സഹോദരി മറിയം, അയൽവക്കംകാരി മറിയം, അവർ ചേർത്ത് പിടിച്ചിരിക്കുന്നത് തന്റെ പരസ്യ ശുശ്രൂഷയിൽ നസ്രായക്കാരൻ യേശു 7 ഭൂതത്തെ പുറത്താക്കി. യഹൂദ സമൂഹത്തിൽ ആർക്കും വേണ്ടാത്ത ഒരു മറിയയാണ്. സമൂഹം പാപിനി എന്ന് മുദ്രയടിച്ച് നേർത്താരയിൽ നിന്ന് തള്ളിക്കളഞ്ഞ ഒരു മറിയയാണ് സഹോദരി മറിയയും അമ്മ മറിയയും അയൽവക്കംകാരി മറിയയും ഒരുമിച്ച് ചേർത്ത് പിടിച്ചിരിക്കുന്നത്.
ഇനിയും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. യാക്കോബും യോഹന്നാനും പത്രോസും ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അതികാലത്ത് എഴുന്നേറ്റു കല്ലറയിലേക്ക് ഓടിച്ചെന്നു. അവരോടിച്ചെന്നപ്പം യാക്കോബാനന്ദിച്ചു, തോമ തൃപ്തിപ്പെട്ടു, മത്തായി, ബാക്കി എന്നാ സ്തോത്രം പാടി. എന്നെ കാര്യം ദേ കല്ലറ തുറന്നിരിക്കുന്നു, കല്ലറ തുറന്നിരിക്കുന്നു. യാക്കോബും പത്രോസും യോഹന്നാനും ഒക്കെ ഭയപ്പെട്ട അങ്ങോട്ട് ഓടിപ്പോയി. അതേ സ്പീഡിൽ തിരികെ ഓടിപ്പോയി. നേരം നന്നേ പുലർന്നു വരുന്നു. പക്ഷേ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിൽ അതികാലത്ത് കല്ലറയുടെ അരികെ ചെന്ന ആ ആർക്കും വേണ്ടാത്ത മറിയയ്ക്ക് തിരിച്ചോടിപ്പോരാൻ തോന്നുന്നില്ല. അവൾ ആ കല്ലറയുടെ വാതുക്കെ നിൽക്കുകയാണ്. അവൾ അതിദുഃഖത്തോടെ കരയുകയാണ്. എന്നെ കരയുന്നതിന്റെ കാരണം എന്നറിയാവോ? മിസ്സിംഗ് ഓഫ് ഗോഡ്. എന്നാ ഈ പാച്ചൻ പറഞ്ഞ വാക്കെന്നറിയാവോ? ദൈവത്തെ കാണുന്നില്ല. ആരെ കാണുന്നില്ല? പറമക്കളെ എൻ്റെ കൂടെ, ആരെ കാണുന്നില്ല? ദൈവത്തെ കാണുന്നില്ല. അതുകൊണ്ട് ആർക്കും വേണ്ടാത്ത മറിയ കരയുകയാണ്. വീട്ടിൽ ദൈവമില്ല, നാട്ടിൽ ദൈവമില്ല, ഇടവകപ്പള്ളി ദൈവമില്ല, സഭ ദൈവമില്ല. അങ്ങേരെ ആരാണ്ട് മോഷ്ടിച്ചുകൊണ്ടുപോയി. ആരെ മോഷ്ടിച്ചുകൊണ്ടുപോയി? ആരെ മോഷ്ടിച്ചുകൊണ്ടുപോയി? ദൈവത്തെ മോഷ്ടിച്ചുകൊണ്ടുപോയി. ദൈവം കല്ലറയിൽ ഇല്ല. മറിയ കരയുകയാണ്. അപ്പോഴാണ് ഒരു മനുഷ്യൻ, തോട്ടക്കാരനായിരിക്കാം കേട്ടോ, അദ്ദേഹം മറിയെ കണ്ടിട്ട് ചോദിച്ചു, സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത്? അപ്പൊ അവള് പറഞ്ഞു ഒരു വാക്ക്, എന്തൊരു ഹൃദയഭേദകമ. എന്റെ ഗുരുവിനെ ഈ കല്ലറയിലാണ് അടക്കിയത്. അവന്റെ ശരീരം കാണുന്നില്ല, അവന്റെ ശരീരം കാണുന്നില്ല. മഗ്ദലന മറിയം ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നിനക്കറിയാവോ അവനെ എവിടെ വെച്ചെന്ന്? ഞാൻ എടുത്തോളാം, ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം. ഇത്രമാത്രം ആത്മബന്ധത്തിൽ പത്രോസ് മുതൽ യോഹന്നാൻ വരെയുള്ളവർക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല. അവൾ പറഞ്ഞു, നിനക്കറിയാമെങ്കിൽ പറയണം, ഞാൻ എടുത്തോളാം. ആ സമയത്താണ് വേദപുസ്തകത്തിലെ മനോഹര ശബ്ദം, മറിയേ മറിയേ. ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ആർക്കും വേണ്ടാത്ത മറിയയ്ക്കാണ്. അവൾ ഓടിച്ചെന്ന് കർത്താവിനെ കെട്ടിപ്പിടിക്കാൻ. അപ്പൊ യേശു പറഞ്ഞു, എന്നെ തുടരുതേ, എന്നെ തുടരുതേ. നീ എന്റെ സഹോദരങ്ങളോട്, ശിഷ്യന്മാരോടൊന്നല്ല, എന്റെ സഹോദരങ്ങളോട് പറയണം, ഞാൻ അവർക്ക് മുൻപേ ഗലീലയ്ക്ക് പോയി. കർത്താവ് ആദ്യം പ്രത്യക്ഷപ്പെട്ടതും പുനരുത്ഥാനത്തിന്റെ മഹത്തരമായ സുവിശേഷം ആദ്യം പ്രഘോഷിച്ചതും ആർക്കും വേണ്ടാത്ത മറിയയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. എന്റെ സഹോദരങ്ങളെ, ദൈവം ചേർത്ത് പിടിച്ചവരെ മാറ്റി നിർത്താൻ ഒരു കാതോലിക്കായ്ക്കും, ഒരു പാത്രികീസിനും, ഒരു മെത്രാച്ചനും, ഒരച്ഛനും, ഒരു കമ്മിറ്റിക്കാർക്കും അവകാശമില്ല. ദൈവം ചേർത്തവരെ മാറ്റി നിർത്താൻ നമുക്ക് അവകാശമില്ല. സർവശക്തൻ ജനിച്ചതും കുരിശിൽ മരിച്ചതും ഈ പ്രപഞ്ചത്തെ മുഴുവൻ തന്റെ ചങ്കോട് ചേർത്ത് പിടിക്കാനാണ്. അവരെ ചേർത്ത് പിടിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ആധ്യാത്മികതയുടെ അടിസ്ഥാനം. യേശുവിന്റെ ക്രൂശിനരികെ അവന്റെ അമ്മയും അവന്റെ അമ്മയും സഹോദരി, മാതൃ സഹോദരിയും, ക്ലയോപ്പാവിന്റെ ഭാര്യയും മഗ്ദലനക്കാരത്തി മറിയയിൽ നിന്നിരുന്നു. ശ്രേഷ്ഠമായ ദൈവരാജ്യ അനുഭവത്തിന്റെ സംഘബോധം, അമ്മ ബന്ധം, സഹോദര ബന്ധം, അയൽവക്ക ബന്ധം, എല്ലാറ്റിനുമുപരി ആർക്കും വേണ്ടാത്തവരെ സ്നേഹിക്കുന്ന മഹത്തരമായ ബന്ധം. ആ ബന്ധം ഈ കാലഘട്ടത്തിലും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന്റെ അടിത്തറയായി പരിണമിപ്പിക്കട്ടെ. സർവശക്തനായ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും.